ബാലുവിടെ വെറുതെ ഇരിക്കല്ലേ? പറമ്പവിടെ വെറുതെ ഇടക്കല്ലേ? കയറി അധ്വാനിക്ക്, അപ്പൊ കാശ് കിട്ടുമല്ലോ. അതേ ബാലു, ജിമ്മിൽ പോയി വണ്ണം കുറക്കണമെങ്കിലൊക്കെ ഒരുപാട് പൈസ വേണം. ഇതാ നമുക്ക് വണ്ണവും കുറഞ്ഞിട്ടും പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അത് ശരിയാണ്, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശാവും. പിന്നെ ഇതാകുമ്പോ നമുക്ക് വീട്ടിൽ കിളക്കുമ്പോ വണ്ണം കുറവല്ലേ? പിന്നെ കുറെ പൈസ നമുക്ക് എനിക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാവപ്പെട്ട ജിമ്മിട്ടങ്ങനെ ആൾക്കാരെ ഇതൊക്കെ അറിയുമ്പോൾ അവന്മാര് വലഞ്ഞു പോകും. വെറുതെ എല്ലാവരും പണി ചെയ്ത് കുറയ്ക്കുമ്പോൾ അവന് അങ്ങോട്ട് ആരും പോകില്ലല്ലോ. വെറുതെ എന്തിനാ അവന്മാരെ കഞ്ഞി കൂട്ടി നമ്മൾ മുട്ടിക്കുന്നത്? നമ്മൾ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് അറിയാന്നുള്ള പണി ചെയ്തോണ്ട് നമ്മൾ ഇവിടെ ഇരുന്നോളാം. ആണുങ്ങളെ കാണണം. ഓരോ ആണുങ്ങളെ കാണണം, കണ്ടുപിടിക്കണം. ഞാൻ തന്നെ ഓരോ ആണുങ്ങളെ കണ്ടുപിടിക്കുന്നത്. അവര് ജോലിയൊക്കെ ചെയ്യും, അധ്വാനിച്ച് ബോഡിയുടെ വണ്ണമൊക്കെ കുറയ്ക്കും, ജിമ്മിലൊക്കെ പോകും. എനിക്കെന്താ കുഴപ്പം? അല്ല, ഇങ്ങനെ വയറൊക്കെ ചാടി ഇരിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഭംഗി നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ കഥകളി പോലും തൂങ്ങി തൂങ്ങി തൂങ്ങി. ആലോചിക്ക്, ഞാൻ പോവാ. വണ്ണം കുറയ്ക്കണമെങ്കിൽ മതി. ജിമ്മിൽ പോണ? ജിമ്മിലിപ്പോ എവിടെ കളിയാ സമയം? ഒരാഴ്ച ഉണ്ട് ഈ വയറ് കുറയ്ക്കാൻ. വയറായത് ഇത് വയറൊന്നും അല്ലേ, വേറെ എന്തെങ്കിലും ഒക്കെ പറയണ്ടത്. എന്താ വച്ച് കെട്ടിയതുപോലെ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അളിയൊന്ന് കുഞ്ഞ് എണീറ്റാണ്. കുഞ്ഞ് അളിയ മുട്ട് മടക്കാതെ കുഞ്ഞി അളിയാ, മുട്ട് മടക്കല്ലേ. സ്ട്രൈറ്റ് നിന്ന് കുഞ്ഞി പോട്ട്, താഴോട്ട് പോട്ട്. അയ്യടാ മുട്ട് മട നോക്കിയോ. ഒരുമിച്ച് അല്ലെങ്കിൽ എന്താ, എനിക്കത് പറ്റൂല. ഒരുമിച്ച് ചെയ്യുമ്പോഴേ നീ കൂടെ ചെയ്യടാ. നീ കൂടെ ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കും. നീ അങ്ങ് പോയി എന്റെ കൈയുടെ ഒരുമിച്ച് പോയി ചെയ്യടാ. ഇത്രയും വരെ കറക്റ്റാ. ഈ മുട്ട് മടങ്ങല്ലിയാ. വെറുതെ നീ പോ. താഴത്ത് വല്ലതും പോയോ? ഇല്ല, താഴത്ത് വല്ലതും പോയെന്ന് ചേച്ചി. രണ്ടുപേരും കമന്നെടുക്കണ എന്താണ്? നീ പൊയ്ക്കോ. ഇല്ല വെറുതെ വഴക്കിടരുത് കേട്ടോ. ഇല്ല. ഓ പിന്നെ കൊച്ചു പിള്ളേരാണ് കേട്ടാടേ, നമ്മൾ വഴക്കൂടാൻ വേണ്ടി. അളിയനെ ആദ്യം അളിയന് ഒരു ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഗുരുത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, ഗുരുവന്ദനം എന്നൊക്കെ പറഞ്ഞു. അത് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അല്ല അളിയാ, നമ്മൾ ആരാണ് പറഞ്ഞു തരണം അയാളെ വേണം വന്ദിക്കാൻ. നിന്നെ ഞാൻ പിന്നെ പറ്റൊന്നുമില്ല. മൂത്തവരെ കൊണ്ട് കാല് തൊട്ട് തൊഴിച്ചാ നിനക്കാണ് എന്റെ പാവം. എന്റെ കൃഷിയൊക്കെ പോവും, പിന്നെ ഒരു വാഴ കൊലയ്ക്കൂല. കയ്യിൽ തൊട്ട് വളഞ്ഞു കുത്തുന്നു. അത് ഞാൻ ചെയ്യും. അതിൽ പെട്ടെന്ന് പറയും വയറ്. പക്ഷെ അളി അതിപ്പോ ചെയ്യണം. നമ്മളിപ്പോ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ നമ്മള്. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അളി പിന്നെ അവസാനം എന്റെ ഞാൻ മറ്റേ ചെയ്ത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെ കിടന്ന് ചാടല്ലേ. കുഴപ്പമില്ലടാ ചേട്ടാ, ഒന്ന് കൈയടിക്കുവോ? അളിയാ വേണ്ട.